മാസങ്ങളോളം കത്തിച്ചില്ലേ ആര്? നമ്രൂദ്. എന്ത്? തീക്കുണ്ടാരം. എന്തിനെ? ഇബ്രാഹിം നബിയെ കത്തിച്ചു കൊല്ലാൻ. എന്നിട്ട് ഇബ്രാഹിം നബിയെ എങ്ങനെയാണ് ആ തീക്കുണ്ടാരത്തിൽ ഇടുക എന്ന ആലോചനയിൽ ഇബ്ലീസ് വന്ന് നിർദ്ദേശം കൊടുത്തു. ഒരു വില്ലുണ്ടാക്കുക, എന്നിട്ട് അമ്പിന്റെ പകരം ഇബ്രാഹിമിനെ വെക്കുക, എന്നിട്ട് ഇവിടുന്ന് വിട്ടേക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വില്ലിൽ നിന്ന് വിട്ടു, അമ്പായിട്ട് വിട്ടു. തീക്കുണ്ടാരത്തിലേക്ക് ചെന്ന് പതിക്കുന്ന ഫ്യൂ സെക്കൻഡ്സ്. അങ്ങനെയൊന്നും പറയാനില്ല, നിമിഷാർത്ഥങ്ങൾ, ഇനി കുറഞ്ഞ നിമിഷങ്ങൾ മാത്രം. ആ സമയത്ത് തീയുടെ ഡ്യൂട്ടിയുള്ള മലക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടോ? തീയിലാണല്ലോ വീടുന്നത്, എന്തേലും ആവശ്യമുണ്ടോ? അതിന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വർത്താനം, നോ താങ്ക്സ്, ഒരാവശ്യമില്ല, ഏൽപ്പിക്കേണ്ട ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, നോ താങ്ക്സ്, ഒരാവശ്യമില്ല, ഏൽപ്പിക്കേണ്ട റബ്ബിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെ അള്ളാഹു ഏറ്റെടുത്തല്ലോ. തീക്ക് നിർദ്ദേശം കൊടുത്തു, ഇന്ന് നീ ഏതായാലും ചൂട് വേണ്ട, ബർദൻ, തണുപ്പ് മതി. പിന്നെ ഓവർ തണുപ്പാക്കി ആ സെൻട്രൽ എ സി എല്ലാം 16 ഇട്ടാലുണ്ടാവില്ലേ, നമ്മൾ തന്നെ ഒരു മരക്കഷ്ണമായി പോകും. അത് വേണ്ട. വസലാമൻ അല്ല ഇബ്രാഹിം നബിക്ക് കംഫർട്ട് ആയത് എന്താണോ തണുപ്പ്, ആ രീതിയിൽ മതി. യെസ്, എന്താ രസല്ലേ. ഇതൊക്കെ ഖുർആനിൽ ഓതുന്ന മോമിനീങ്ങൾക്ക് എങ്ങനെയാ മനുഷ്യന്മാര് ടെൻഷൻ ഉണ്ടാവുക? ഈ അള്ളാഹു തന്നെയല്ലേ നമ്മുടെ അള്ളാഹ്? അതെ.